ബസ്സുകൾ കുറവുള്ള മലബാർ മേഖലയിലെ മുഴുവൻ സ്ത്രീകൾക്കും ആനുകൂല്യം ലഭിക്കില്ല എന്നതാണ് അവരുടെ പരാതി. ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ചില മേഖലകളിലൊക്കെ പ്രൈവറ്റ് ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന മേഖലകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മുൻപ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ സൗജന്യ യാത്ര അവർക്ക് ലഭ്യമാകണമെങ്കിൽ ആ സ്വകാര്യ ബസ്സുകളിൽ കയറി ടിക്കറ്റ് എടുത്ത് ഓർഡിനറി ബസ്സുകൾ ഉള്ളിടത്തേക്ക് ചെന്ന് അവിടെ നിന്ന് യാത്ര ചെയ്യണോ എന്നൊക്കെയുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. എന്തായാലും അത് യാഥാർത്ഥ്യമാണ്, ഫാക്റ്റാണ്. മലപ്പുറം മേഖലയെ, മലബാർ മേഖലയെ ഇത് വലിയ നിലയിൽ ബാധിക്കുന്നുണ്ട്. അവർക്ക് പറയാനുള്ളത് എന്താണ്, അവരുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? വിശദമായ റിപ്പോർട്ടിലേക്ക്. മലബാർ മേഖലയിൽ KSRTC സൗകര്യം പരിമിതമാണ്. അതുകൊണ്ട് തന്നെ UDF സർക്കാരിന്റെ സൗജന്യ യാത്രാ പദ്ധതി മലബാറിലെ മുഴുവൻ സ്ത്രീകളിലേക്കും എത്തില്ല എന്ന് ഉറപ്പ്. 5600ഓളം ബസ്സുകളാണ് KSRTCക്ക് ആകെയുള്ളത്. അതിൽ 3125 ഓർഡിനറി ബസ്സുകൾ. സിംഹഭാഗവുമുള്ളത് തെക്കൻ കേരളത്തിൽ. താരതമ്യം ചെയ്യുമ്പോൾ മലബാർ മേഖലയിൽ വളരെ കുറവ്. തിരുവനന്തപുരം 687 ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ ജനസംഖ്യയിൽ മുൻപിൽ നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് 98 ഓർഡിനറി ബസ്സുകളാണ്. UDFന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച മലബാർ മേഖലയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം പൂർണ്ണമായി കിട്ടില്ലെന്ന് അർത്ഥം. ബസ് കുറവാണ്, വളരെ ദുർലഭമാണ് ഞങ്ങളുടെ ആ ഭാഗത്തേക്ക്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ട്രിപ്പൊക്കെ വളരെ കുറവാണ്. കൊല്ലം ജില്ലയിൽ 415 ബസ്സുകളും എറണാകുളത്ത് 325 ബസ്സുകളും ഉള്ളപ്പോൾ കോഴിക്കോട് 156, വയനാട് 172, കാസർഗോഡ് 128, കണ്ണൂർ 205, പാലക്കാട് 122 ബസ്സുകളുമാണ് സർവീസ് നടത്തുന്നത്. നമുക്ക് സമയത്തിന് ബസ് കിട്ടണം, പോകാൻ വരാനൊക്കെ. രാവിലെയാണ് സ്ത്രീകൾക്ക്. പിന്നെ ബസ് സൗജന്യമാണെന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ ടൈമിന് ജോലിക്ക് പോകാനും അതിന് ടൈം വേണം, ബസ് കൂടുതലിടണം. ഈ അന്തരം പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് സ്ത്രീകളുടെ ആവശ്യം. സൗജന്യം കിട്ടുന്നത് നല്ലത് തന്നെയാണ്. മലബാർ ഏരിയയിലൊക്കെ ബസ്, ഓർഡിനറി ബസ്സുകളൊക്കെ വളരെ കുറവല്ലേ. അപ്പം ആദ്യമുള്ള അത്രയും ഇപ്പം ഇല്ലാണ്ടുള്ളൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ബസ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സൗകര്യം തന്നെയാണെന്ന് പറയാനുണ്ട്. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വടക്കൻ കേരളത്തിൽ കൂടുതൽ ഡിപ്പോകൾ ആരംഭിക്കണം, ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിഗണിക്കാമെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറയുന്നുണ്ട്. എന്നാൽ അത് എപ്പോൾ എന്നാണ് ചോദ്യം. KSRTC നടപ്പിലാക്കുന്ന സൗജന്യ യാത്രാ സൗകര്യത്തിന്റെ ആനുകൂല്യം സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ലഭിക്കണം. അതിന് സർക്കാർ മലബാർ മേഖലയിലെ KSRTC പ്രശ്നത്തിന് പരിഹാരം കണ്ടേ തീരൂ. ക്യാമറാമാൻ ജയൻ കല്ലേശ്ശേരിക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.